ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കൊള്ളി ഈസ്റ്റുമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമ്മളിവിടെ കൊള്ളി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് കടുക് പൊട്ടിച്ചു കൊടുത്ത് വേപ്പില ഇട്ടു. 2 സബോളയാണ് ഞാൻ ഇതിനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതും വെളുത്തുള്ളി ഒരു കുടവും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. കൊള്ളി പുഴുങ്ങുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കി ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് സബോളയൊന്ന് മൊരിയിപ്പിച്ചെടുക്കണം. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഇതിന് കൊള്ളി എന്നാണ് പറയുക. പക്ഷേ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിന് കൊള്ളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. ഇതിന് അവിടെയൊക്കെ ഇതിന് കപ്പപ്പൂള, പൂള അങ്ങനെയൊക്കെയാണ് ഇട്ടാ പറയുക. ശരിക്കും ഇത് മരച്ചീനിയാണ്. പക്ഷേ പല നാട്ടിൽ പല ഭാഷയിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്തായാലും നമുക്കിത് കൊണ്ട് ഒരു അടിപൊളി കൊള്ളി ഈസ്റ്റ് ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ച നമ്മുടെ കൊള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഇത് നമുക്ക് ചാളയുടെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചാളക്കറിയുടെ കൂടെ കഴിക്കാൻ, അതുപോലെ തന്നെ നമ്മളെ ബീഫ് വരട്ടിയതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, അല്ലെങ്കിൽ ബീഫ് ഇതിലിട്ടിട്ട് വെക്കുകയും ചെയ്യാം. അങ്ങനെയും വെക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ കൊള്ളി ധാരാളമായിട്ട് ഇപ്പോൾ വിപണിയിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളിത് വീട്ടിൽ കുറച്ചുണ്ടായിരുന്നു, അത് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാനായിട്ട് ശ്രമിക്കണം. നല്ല ടേസ്റ്റാണ് ഇത്. ഇത് തന്നെയാണ് കൊള്ളി പോട്ടി എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അത് തന്നെയാണ് ഈ കൊള്ളിയിട്ട. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും കഴിക്കാനായിട്ട് ശ്രമിക്കണം, നല്ലതാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അധികമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മൾ ഇന്നിവിടെ ഇത് ചാള കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാളയുടെ കൂടെയാണ് നമ്മൾ ഇന്ന് ഈ കൊള്ളി ഈസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് ചാളയും കൊള്ളി ഈസ്റ്റും അടിപൊളി ചായയും ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബായ്.